Mesmerizing wedding collection. Tejaswini by Chungat Jewelry. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. പ്രതിഷേധം ശക്തപ്പെട്ട് ജനരോക്ഷം ഉയർന്നതോടെ MC റോഡിലെ കുഴികൾ താൽക്കാലികമായി അടച്ച് PWD അധികൃതർ. കാലവർഷം ആരംഭിച്ചതു മുതൽ കുഴികളുടെ പ്രശ്നം ചൂണ്ടിക്കാട്ടി മൈൻഡ് ഓഫ് അങ്കമാലി നിരന്തരം വാർത്തകൾ ചെയ്തിരുന്നു. പൊതുജനം കൂടി വിഷയം ഏറ്റെടുത്തതോടെയാണ് അധികൃതർ ഇടപെട്ടത്. ഏതാനും നാളുകളായി റോഡിലെ കുഴികളാണ് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഇതിൽ ഏറ്റവും ഭീകരവും അപകടമുണ്ടാക്കുന്നതുമായിരുന്നു MC റോഡിലെ കുഴികൾ. കാലടി മുതൽ അങ്കമാലി വരെയുള്ള ഭാഗത്ത് കുഴികളുടെ ഘോഷയാത്ര തന്നെയാണ് ഉണ്ടായിരുന്നത്. നിത്യേന എന്നോണം അപകടങ്ങളും പതിവായിരുന്നു. വിഷയത്തിന്റെ ഭീകരത തിരിച്ചറിഞ്ഞ് മൈൻഡ് ഓഫ് അങ്കമാലി നിരന്തരം വാർത്തകളിലൂടെയും തത്സമയ സംപ്രേഷണങ്ങളിലൂടെയും സംഭവങ്ങൾ പൊതുസമൂഹത്തിലും അധികൃതരിലും എത്തിച്ചിരുന്നു. സ്ഥിരം കുഴി ഇവിടെ എപ്പോൾ ഉണ്ടാവണ കുഴിയാണ് ഈ അങ്കമാലി എല്ലപ്പിന്റെ ഫ്രണ്ടില്. ഞങ്ങളിപ്പോൾ സ്ഥിരം കാണുന്ന ഈ ആൾക്കാർ വീഴുകയും എല്ലാം ചെയ്യാറുള്ളതാണ്. ഇപ്പോൾ ഞങ്ങൾ ഓടി ചെല്ലാറുള്ളതാണ്. ഇപ്പോൾ താൽക്കാലികമായിട്ട് കുഴി അടച്ചിട്ടുണ്ട്. ഇനി അതായത് നമ്മൾ പനി വന്നിട്ടല്ലല്ലോ ചികിത്സിക്കുന്നത്, പനി വരുന്നതിന് മുമ്പ് തന്നെ നമ്മളത് വരാതിരിക്കാനായിട്ട് നോക്കണം എന്ന് പഴമക്കാർ പറയുന്ന ഒരു ചൊല്ല്. അത് ഈ രീതിയിലും അത് നമ്മൾ മനസ്സിലാക്കി ഈ സാഹചര്യം അവസ്ഥയൊക്കെ കണക്കിലെടുത്തുകൊണ്ട് ജനങ്ങളുടെ ആരോഗ്യവും സംരക്ഷിക്കാനുള്ള തുടർ നടപടികൾ, അതായത് ഒരു വിപത്തുണ്ടാവാതിരിക്കാനായിട്ട് നടപടിയെടുക്കണമെന്നും ശ്രദ്ധയിൽ ഒരു മോണിറ്ററിംഗ് എപ്പോഴും ആവശ്യമാണെന്നും ജനപ്രതിനിധികളോടും അതുപോലെ തന്നെ ഭരണാധികാരികളോടും ഒരു യാത്രക്കാരി എന്ന നിലയിൽ ചെയ്ത കാര്യങ്ങൾക്ക് നന്ദി, തുടർന്നും അങ്ങനെ ആയിരിക്കണമെന്നും ആഗ്രഹിക്കുന്നു. അർഹിക്കുന്ന ഗൗരവത്തോടെയാണ് എല്ലാവരും ഈ റിപ്പോർട്ടുകൾ കാണുകയും പങ്കുവയ്ക്കുകയും ചെയ്തത്. കഴിഞ്ഞ ദിവസം ലിറ്റിൽ ഫ്ലവർ ജംഗ്ഷനിൽ നടന്ന BJP പ്രതിഷേധവും തൊട്ടു പിന്നാലെ നായത്തോട് കവലയിലുണ്ടായ കുഴിയിൽ ചാടിയുള്ള അപകടവും മൈൻഡ് ഓഫ് അങ്കമാലി റിപ്പോർട്ട് ചെയ്തു. ഇതിനുശേഷമാണ് പൊതുമരാമത്ത് അധികാരികളുടെ അടിയന്തര ഇടപെടൽ ഉണ്ടായത്. പ്രിയമുള്ളവർ, കുറച്ചാളായിട്ട് നമുക്കറിയാം നമ്മുടെ അങ്കമാലി MC റോഡൊക്കെ ആകെ പൊട്ടിപ്പൊളിഞ്ഞിടക്കായിരുന്നു. ഒരടിയോളം 2 അടിയോളൊക്കെ താഴ്ചയുള്ള കുഴികളായിരുന്നു നിറച്ചും. വഴിയാത്രക്കാർ വളരെ നന്നായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. എൻ്റെ വണ്ടി തന്നെ അതിൽ വീണ് എനിക്ക് അപകടം പറ്റേണ്ടതായിരുന്നു. അപ്പോൾ ഇപ്പം നമുക്കറിയാം LF ആണ് ഇവിടെ ഉള്ളത്. ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിന് മുമ്പിലൂടെ നിരവധി ആംബുലൻസുകൾ കടന്നു പോകുന്ന വഴിയാണ്. ഇത്രയും തിരക്ക് പിടിച്ച വഴിയായിരുന്നു കൂടി ഇത്ര പൊട്ടിപ്പൊളിഞ്ഞ് കിടന്നത്. നമുക്കറിയാം നമ്മുടെ അങ്കമാലി ഒരു ചാനലാണ് മൈൻഡ് ഓഫ് അങ്കമാലി. അവരുടെ തുടർച്ചയായ പരിശ്രമം കൊണ്ട് ഇത് ജനപ്രതിനിധികളുടെ ശ്രദ്ധയിൽപ്പെടുകയും അവർ ഉടനടി നടപടിയെടുക്കുകയും ചെയ്യുകയുണ്ടായി. അപ്പോൾ നല്ലൊരു കാര്യമാണ് നമ്മുടെ മൈൻഡ് ഓഫ് അങ്കമാലി എന്നുള്ള ചാനൽ വഴി ഇപ്പോൾ നടന്നിട്ടുള്ളത്. ചൊവ്വാഴ്ച രാത്രി തന്നെ ഉണർന്നു പ്രവർത്തിച്ച PWD ജീവനക്കാരെത്തി അപകട ഭീതി ഉയർത്തിയിരുന്ന കുഴികളെല്ലാം ടാർ ചെയ്ത് റോഡ് സഞ്ചാരയോഗ്യമാക്കി. കാലടി പാലത്തിൽ നടത്തിയ ടാറിംഗ് ദിവസങ്ങൾക്കകം ഒലിച്ചുപോയതുപോലെ ഇവിടെ സംഭവിക്കില്ല എന്ന പ്രതീക്ഷയിലാണ് യാത്രക്കാരും നഗരവാസികളും. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. മെട്രോ വെഡിംഗ് പ്ലാസ അങ്കമാലി. ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന് 70 വർഷത്തെ പാരമ്പര്യല്ലേ? MV ചാക്കോ ജുവല്ലേഴ്സ് അങ്കമാലി. ഇനി കണ്ണു തുറക്കാം കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക്. ഇടിമണ്ണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ, അങ്കമാലി.